ഇപ്പോൾ നമുക്കറിയാം GCCയിലെ വിദേശകാര്യമന്ത്രിമാരുടെ ഈ ഒരു ഓൺലൈൻ യോഗം ആദ്യഘട്ടത്തിൽ ഇറാന്റെ ആക്രമണം നിർത്തണം, ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണം നിർത്തണം, അമേരിക്കയാണ് ലക്ഷ്യമിടുന്നതെങ്കിലും ഞങ്ങളുടെ പരമാധികാരത്തിന് മുകളിൽ വന്നു കയറരുത് എന്ന് ഇറാനോട് പറയുമായിരിക്കും. അതോടൊപ്പം തന്നെയാണ് സമാധാനം, മേഖലയിൽ സമാധാനം വേണം എന്നുള്ളൊരാവശ്യത്തിനായി ചർച്ചകൾക്ക് മുന്നോട്ട് വരണം എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിനോടും അമേരിക്കയോടും ഇറാനോടും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുമല്ലോ. പക്ഷേ തീർച്ചയായിട്ടും, കാരണം ഈ ഓൺലൈൻ യോഗം പലതുകൊണ്ടും നിർണായകമാണ്. കാരണം പിന്നിട്ട് 2 ദിവസങ്ങളിലായിട്ട് വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ, അത് മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടക്കുന്നുണ്ട്. അതൊക്കെയും പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് മിസൈലുകളുടെ ചീളുകളും മറ്റും തറച്ചാണ് ചിലർക്കെങ്കിലും പരിക്കേൽക്കുകയും UAE-യിൽ ഇന്നലെയും ഇന്നുമായിട്ട് 3 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട ആളപായവും അതോടൊപ്പം തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ രൂപപ്പെട്ടു. പക്ഷേ ഇത്തരം ആക്രമണങ്ങൾ ഒരു നിലയ്ക്കും ന്യായീകരിക്കാനാവില്ല. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു സൗഹൃദ രാജ്യമായിട്ടുള്ള ഇറാൻ ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾക്കും ചില പുനരാലോചനകൾ നടത്തേണ്ടി വരുമെന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് തന്നെ ആയിരിക്കും ഇറാന് ഈ ഗൾഫ് രാജ്യങ്ങൾ നൽകാൻ പോകുന്നത്. ഇന്നലെ തന്നെ കുവൈത്തിലെയും സൗദിയിലെയും ഇറാൻ സ്ഥാനപതിമാരെ നേരിട്ട് വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ ആ രാജ്യങ്ങൾ തങ്ങളുടെ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധത്തിന് തങ്ങളുടെ മണ്ണിൽ അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് നേരെ പ്രവർത്തിക്കരുത്, അത്തരം നീക്കങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിൻവാങ്ങണം, അതല്ല എങ്കിൽ കൂടുതൽ ചില കടുത്ത നടപടികൾക്ക് തങ്ങൾ തയ്യാറാകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഈ രാജ്യങ്ങൾ നൽകുന്നത്. അതിന്നിപ്പം വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടുകൂടി അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകും. പക്ഷേ ഇന്ന് അബ്ബാസ് അറാഗ്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണ്, അദ്ദേഹം അൽ ജസീറ ചാനലിനൊരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ഗൾഫൊക്കെയും ഞങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളാണ്, അയൽ രാജ്യങ്ങളാണ്, അതിനെ ആക്രമിക്കുക എന്നത് ഞങ്ങളുടെ നയമല്ല. അതേസമയം ഇവിടെയുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങൾ ഞങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഒരു അന്താരാഷ്ട്ര മര്യാദകൾക്കും നിയമങ്ങൾക്കും അനുസൃതമായി തന്നെയാണ് ഇപ്പോൾ ഈ നീക്കം തങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ ഈ പ്രതിസന്ധിക്കൊക്കെയും അടിസ്ഥാന കാരണക്കാർ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയുമാണ്. അവർക്കെതിരെ കുറെ കൂടി ശക്തമായിട്ട് നിങ്ങൾ നിലപാടെടുക്കണം എന്നുകൂടി ഒരു പ്രതികരണമാണ് അബ്ബാസ് അറാഗ്ചി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു പ്രതിസന്ധി നീണ്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയെ ആയിരിക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സമവായ നീക്കങ്ങൾ, മധ്യസ്ഥ നീക്കങ്ങൾ വളരെ ശക്തമായി തന്നെ തുടരാനുള്ള ഒരു തീർപ്പിലേക്കും ഗൾഫ് രാജ്യങ്ങൾ എത്തിച്ചേരും. അതിന്റെ ഭാഗമായിട്ട് ഖത്തറും അതോടൊപ്പം തന്നെ ഒമാനുമാണ് ഇപ്പം ഇറാനുമായിട്ട് നിരന്തരമായിട്ട് ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അബ്ബാസ് അറാഗ്ചി ഇറാന്റെ വിദേശകാര്യമന്ത്രി, ഒമാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഇന്നിപ്പോൾ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലും ഈ സംഘർഷം ലഘൂകരിക്കാൻ അല്ലെങ്കിൽ സംഘർഷത്തിന് പരമാവധി അതിന് ഒരു ഇളവ് നൽകാൻ ഇരുകൂട്ടരും തയ്യാറാകേണ്ടതുണ്ട്. ഒരു വെടിനിർത്തലിന് തയ്യാറാകണമെന്ന നിർദ്ദേശം ചർച്ച ചെയ്തു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും അവർ നൽകിയിരിക്കുന്ന പ്രതികരണ പ്രകാരം തങ്ങൾക്ക് ചില വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്കുള്ള നീക്കത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന വിശദീകരണമാണ് ഈ 2 രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും നൽകുന്നത്. അതുകൊണ്ട് ഒരു സമവായം അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ഒരു ഫോർമുല രൂപപ്പെടുത്തുക എന്നത് എത്ര കണ്ട് സാധ്യമാകും? യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു സമീപനത്തിലേക്ക് ഈ 2 രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും എത്തിച്ചേരാത്തിടത്തോളം ഒരു സമവായം എന്നത് അല്ലെങ്കിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു കരാറിലേക്കോ മറ്റോ വെടിനിർത്തൽ കരാറിലേക്കോ മറ്റോ വരിക എന്നത് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ അസാധ്യമായിരിക്കും. മഹേഷ്, അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെയാണ് ഇനിയും ദിവസങ്ങൾ നീണ്ട സംഘർഷം അയവില്ലാതെ തുടർന്നാൽ അത് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിൽ വാണിജ്യ വ്യാപാര രംഗത്തുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി അത് ഒരുപക്ഷെ പ്രവചനങ്ങൾക്കും അപ്പുറമായിരിക്കും.